ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് സുഖമാണോ? സന്തോഷമുണ്ടോ? സന്തോഷമുള്ളവര് തൊട്ടടുത്തിരിക്കുന്നവരോട് ഹായ് സുഖമാണോ സന്തോഷമാണോ എന്നൊക്കെ ചോദിച്ചു നോക്കിക്കേ. സന്തോഷമാണെന്നാണോ പറഞ്ഞത് അവര്? തിരുവചനത്തിലും നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവിൻ. എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനമാണ് പറയുന്നത്, എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുവിൻ. നമ്മൾ എന്ത് ജോലി ചെയ്താലും എന്ത് കളി കളിച്ചാലും അപ്പോഴൊക്കെ സന്തോഷം വേണമെന്നാണ് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ഏതൊക്കെയാ? കളിക്കുമ്പോ, പിന്നെ ടി വി കാണുമ്പോ, പിന്നെ പഠിക്കുമ്പോഴോ സന്തോഷമില്ലേ? ഇല്ല. അങ്ങനെയാണെങ്കിൽ പഠിക്കുമ്പോഴും സന്തോഷം വേണം, അല്ലെ? എല്ലാ കാര്യത്തിലും സന്തോഷമുള്ളവരായിരിക്കണമെന്ന വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ പഠിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ നമ്മൾ സന്തോഷത്തോടെ ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കളിയാണെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നല്ല കളി കളിക്കാം. കളിക്കണ്ടേ? കളിക്കാം. ഇന്ന് നിങ്ങൾ നിധി കണ്ടെത്തൽ എന്ന കളി കളിച്ചിട്ടുണ്ടോ? ഇല്ല. നിധി കണ്ടെത്തൽ കളിച്ച നമ്മുടെ പുതിയ കളിയുടെ പേര് ബലൂൺ കണ്ടെത്തൽ എന്നാ. ഇതിന് 10 പേരെ ആവശ്യം. ഒരു 10 പേരെ, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു 10 പേരെ വേണം. 10 പേരായി. ഇനി ഈ 10 പേര് നിങ്ങളോട് ഞാൻ പറയാ, നിങ്ങളുടെ ഒരു കൂട്ടുകാരനെ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ കളി തുടങ്ങാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരുകൾ, നിങ്ങളുടെ കളിക്കാനുള്ള 10 പേരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ പേരുകൾ എഴുതിയ ബലൂണുകൾ നമ്മൾക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ബലൂൺ കണ്ടെത്താൻ പോവുകയാണ്. നിങ്ങളുടെ പേരെഴുതിയ ബലൂണാണ് കണ്ടെത്തുന്നത് വിചാരിക്കുന്നുണ്ടോ? ചിലരൊക്കെ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കണ്ടെത്തുന്നത് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന കൂട്ടുകാർ, നിങ്ങളിപ്പോൾ ഓരോരുത്തർ നിങ്ങൾ കണ്ടെത്തിയ കൂട്ടുകാരിയുടെ കൈ പിടിച്ചൊക്കെയാണ് നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഈ കൈ പിടിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയ കൂട്ടുകാരൻ്റെ പേരാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും പേര് എഴുതിയ ബലൂണുകൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ ആരുടെ പേരാണ് സെലക്ട് ചെയ്യേണ്ടത്? നിങ്ങൾ 2 പേരും അങ്ങനെ കൂട്ടുകാരൻ സെലക്ട് ചെയ്ത് തന്ന ബലൂണും പിടിച്ച് ഒരു ഗ്രൂപ്പിലെ 2 പേരും ഫസ്റ്റ് ബലൂൺ 2 പേർക്കും കിട്ടുന്നത് ഏത് ഗ്രൂപ്പിനാണോ ആ ഗ്രൂപ്പ് ആയിരിക്കും ജയിക്കുന്നത്. കളിയുടെ നിയമം മനസ്സിലായോ? കുട്ടികൾക്ക് ഹരം പകരുന്ന ഒന്നാണല്ലോ കളികൾ. കളിക്കാനായി ആരെയും പ്രത്യേകിച്ച് നിർബന്ധിക്കേണ്ട ഒരാവശ്യവുമില്ല, അല്ലേ? എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഹരം പകരുന്ന ഒരു കളി കളിച്ചാലോ? എന്താ, റെഡിയല്ലേ? ഓക്കെ, കളി തുടങ്ങാം. റെഡി? 1 2 3 സ്റ്റാർട്ട്. നിങ്ങൾ സെക്കൻഡ്. എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. വളരെ വേഗം ഏറ്റവും ആദ്യം എന്നോട് കിട്ടിയെന്ന് പറഞ്ഞത് ആ ഗ്രൂപ്പുകാരാ. അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും കളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഒരു നല്ല ക്ലാപ്പ് കൊടുത്തു ഇവർക്ക്. കളി ഇഷ്ടപ്പെട്ടോ? കളിച്ചവരോടൊന്ന് ചോദിക്കട്ടെ, എങ്ങനെയുണ്ടായിരുന്നു കളിച്ചപ്പോ? പേടിയുണ്ടായിരുന്നു. പിന്നെ കൂട്ടുകാരിയുടെ പേര് കിട്ടുമെന്നുള്ള പേടിയും ടെൻഷൻ. ചെല്ലുമ്പോ കൂട്ടുകാരിയുടെ പേരാണോ കാണുന്നതെന്ന് ഓർത്തൊരു ടെൻഷൻ. കൂട്ടുകാരിയുടെ പേര് കണ്ടുപിടിച്ചു വന്നിട്ട് മോളുടെ പേര് കണ്ടായിരുന്നോ? ആദ്യം ഏതാ കണ്ടത്? മോളുടെ പേരാണോ കൂട്ടുകാരിയുടെ പേരാണോ? കൂട്ടുകാരിയുടെ പേരാ കണ്ടത്. എന്തായിരുന്നു മോനെ തോന്നിയത്? എല്ലാരും തിക്കുന്നിറക്കിയപ്പോ ഉണ്ടാക്കിയപ്പം ബോള് തെറിച്ചു പോയി. പിന്നെ പെട്ടെന്നൊക്കെ പോയി എടുത്തോണ്ട് കിട്ടി. ഈ ഗെയിമിലൂടെ എന്ത് പാഠമാണ് നിങ്ങൾക്ക് ലഭിച്ചത്? കൂട്ടുകാർക്ക് വേണ്ടി നമ്മൾ ബോൾ സെലക്ട് ചെയ്തു, അല്ലേ? അപ്പോൾ ഇതുപോലെ നമ്മളൊരു ബോൾ സെലക്ട് ചെയ്ത് നമ്മുടെ ടീമിനായി ജയിപ്പിച്ചപ്പോൾ, നമ്മുടെ കൂട്ടുകാരന് വേണ്ടി ബോൾ സെലക്ട് ചെയ്തപ്പോൾ നമ്മുടെ ടീം ജയിച്ചു. ഇതുപോലെ നമ്മളുടെ ജീവിതത്തിലും കൂട്ടുകാർക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ അധ്വാനിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും നമ്മളായിരിക്കുന്ന സമൂഹത്തിലും നല്ല മാറ്റം ഉണ്ടാകും. നമ്മൾക്ക് കൂടുതൽ ഉയരാനാകും, നമ്മളുടെ സമൂഹത്തിന് നേട്ടമുണ്ടാകും. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? നമ്മൾ പരിഗണിക്കുന്നത് പോലെ തന്നെ നമുക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടി അധ്വാനിക്കണം. അങ്ങനെയാകുമ്പോൾ ഈ ലോകത്തിന് തന്നെ ഒരുപാട് നന്മ കൈവരും. ഈ ഒരു പാഠമാണ് നമ്മൾ ഈ ഗെയിമിലൂടെ പഠിച്ചത്. കൊടുക്കും തോറും ഏറും എന്ന് ചെല്ല് കേട്ടിട്ടില്ലേ? അത് സത്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കൊടുക്കാനാണ് ഏറെ വിമിഷ്ടം. സ്വാർത്ഥതയുടെ വേരുകൾ ആഴത്തിൽ വേരോടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
കുട്ടികളായ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും എന്ന് നമുക്കൊരുമിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയാലോ? എന്താ, റെഡിയല്ലേ? നിങ്ങൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ ഈ സെഗ്മെന്റ് നമുക്കൊരു കഥയോടുകൂടി ആരംഭിച്ചാലോ? ഒരു ഡിസംബർ മാസത്തില് യൂറോപ്പിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ സംഭവിച്ച ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ഒരു പാവപ്പെട്ട പെൺകുട്ടി ഉണ്ടായിരുന്നു. റോസ് എന്നാണ് അവളുടെ പേര്. അവൾ വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലെ കുട്ടിയായിരുന്നു. മാത്രമല്ല, ദരിദ്രയൊക്കെ ആയിരുന്നെങ്കിൽ തന്നെ അവൾ ഒരുപാട് വിശുദ്ധമായ ഒരു ജീവിതം നയിച്ചിരുന്നവളായിരുന്നു. എന്നും പള്ളിയിൽ പോകും, മറ്റുള്ളവരെയൊക്കെ ഒരുപാട് സഹായിക്കും. അങ്ങനെയുള്ള ഒരു നല്ല മിടുക്കി കുട്ടി. അവൾക്ക് മാതാപിതാക്കന്മാരൊക്കെ പണ്ടേ നഷ്ടപ്പെട്ടു. അവൾ പ്രായമായ ഒരു മുത്തശ്ശിയുടെ കൂടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം, ഡിസംബർ മാസമാണെന്ന് പറഞ്ഞ്, ഡിസംബർ മാസത്തിൻ്റെ പ്രത്യേകത എന്താ? നല്ല തണുപ്പായിരിക്കും. അങ്ങനെ ഈ തണുപ്പ് കാലത്ത് ഒരു ദിവസം അവളിങ്ങനെ പള്ളിയിലൊക്കെ പോയി രാവിലെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് അവൾക്കൊരു കത്ത് കിട്ടി. ആ കത്തിൻ്റെ ഉള്ളടക്കം എങ്ങനെയായിരുന്നു? റോസ്, ഞാൻ നിന്റെ വീട്ടിൽ നാളെ അതിഥിയായി എത്താൻ പോകുന്നു. നീ എന്നെ സ്വീകരിക്കുമല്ലോ എന്ന് നിന്റെ പ്രിയപ്പെട്ട ഈശോ. നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കിക്കേ, എങ്ങനെ ഒരു കത്ത് നിങ്ങൾക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? എന്തായിരിക്കും പ്രതികരണം? സന്തോഷം തോന്നും. പിന്നെയോ, ഈശോ നമ്മുടെ വീട്ടിലേക്ക് വരുന്നെന്ന് തോന്നുമ്പോൾ എന്താ പ്രതികരിക്കുക? എങ്ങനെയാ പ്രതികരിക്കുന്നേ? ആകാംക്ഷ ഉണ്ടാവും. വീടും പരിസരവും ഒക്കെ നല്ല വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്യും. പിന്നെ ഈശോയ്ക്ക് വേണ്ട കാര്യങ്ങൾ വാങ്ങും. ഈശോയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങും. ഏറ്റവും നല്ലപോലെ ഈശോയെ സ്വീകരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഈ റോസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ വളരെ ദരിദ്രയായ ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ വീട്ടിൽ ഈശോയ്ക്ക് കൊടുക്കാൻ മാത്രം, അല്ലെങ്കിൽ ഈശോ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഈശോയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു കൊടുക്കാൻ മാത്രം ഒന്നുള്ള സാമ്പത്തിക ചുറ്റുപാടൊന്നും അവളുടെ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ അവൾക്ക് ആകെപ്പാടെ സങ്കടമായി. ഈശോ വരുവാണെങ്കിൽ ഞാനിപ്പോൾ എന്നാ ചെയ്യുന്നത്? പൈസ ഇല്ല. വീട്ടിലാണെങ്കിൽ ഒരു സാധനം ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റിയത്, ഈശോയെ കാണിക്കാൻ പറ്റിയതോ ആയിട്ടുള്ള നല്ല സാധനങ്ങളൊന്നും വീട്ടിലില്ല. അവൾക്ക് ആകെ സങ്കടമായി. ആകെ ഉണ്ടായിരുന്ന പൈസ എടുത്തുകൊണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ അവൾ കടയിലേക്ക് പോയി. ഈശോയ്ക്ക് എന്തെങ്കിലും, നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ എന്താ കൊടുക്കുന്നത്? എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരും. കാപ്പി കൊടുക്കാൻ, എന്തെങ്കിലും കാപ്പിയും ചായയൊക്കെ കൊടുക്കാൻ വേണ്ടി കാപ്പിയും സ്നാക്സും ഒക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കും, ഇല്ലേ? അതുപോലെ റോസിൻ രാവിലെ തന്നെ കടയിലേക്ക് പോയിട്ട് ഈശോയ്ക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള സാധനങ്ങൾ കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വരാൻ വേണ്ടി രാവിലെ കടയിൽ പോയി. ഇങ്ങനെ കടയിൽ പോയി സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ചു വന്നു. വളരെ തുച്ഛമായ വിലയ്ക്ക് അവളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം കൊടുത്തിട്ടാണ് അവൾ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. വരുന്ന വഴിക്ക് ഒരു പാവപ്പെട്ട വൃദ്ധനായ ഒരു യാചകൻ വഴിയിലിരുന്ന് റോസിനോട് ചോദിച്ചു, മോളെ എന്തെങ്കിലും തരുമോ? റോസ് മറുപടി പറഞ്ഞു, എനിക്കൊന്നും തരാനില്ല. ഞാൻ നിങ്ങളെപ്പോലെ തന്നെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. എനിക്കൊന്നും തരാനില്ല. അത് മാത്രമല്ല, നാളെ എൻ്റെ വീട്ടിൽ ഒരു വലിയ അതിഥി, ഒരു പ്രധാനപ്പെട്ട അതിഥി എൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. ആ അതിഥിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിത് വാങ്ങിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ റോസ് അത് പറഞ്ഞ് ഒരു 2 ചുവട് മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ റോസിനാകെ മനസ്സിലൊരു സങ്കടം. എന്നാലും ആ പാവപ്പെട്ട മനുഷ്യൻ ചോദിച്ചിട്ടൊന്നും കൊടുത്തില്ലല്ലോ എന്ന്. റോസ് തിരിച്ചു വന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഈശോയ്ക്ക് വേണ്ടി വാങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം അവൾ ആ പാവപ്പെട്ട മനുഷ്യന് കൊടുത്തു. അപ്പോഴവളൊരു കാര്യം ശ്രദ്ധിച്ചത്, ആ പാവപ്പെട്ട മനുഷ്യൻ തണുത്ത് വിറച്ചിരിക്കുക. അദ്ദേഹത്തിന് അവളുടെ കോട്ടും കൂടെ കൊടുത്തു. ഡിസംബർ മാസമാണെന്ന് പറഞ്ഞല്ലോ, നല്ല തണുപ്പാ. അവൾ അവളുടെ കോട്ടും കൂടി ഊരി കൊടുത്തു. എന്നിട്ട് ആ മനുഷ്യനെ പുതപ്പിച്ചിട്ട് അവൾ വീണ്ടും തിരിച്ചുപോയി. ഇങ്ങനെ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ വീടെത്താറായപ്പോഴത്തേക്ക് വീണ്ടും റോസിന് സങ്കടം. എന്തിനായിരിക്കും റോസ് സങ്കടപ്പെടുന്നത്? ഈശോയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയ സാധനമാണ് ആ മനുഷ്യന് കൊടുത്തു വെച്ച് പോകുന്നത്. ഇനി ഈശോ ഇപ്പം തന്നെ ഇങ്ങോട്ട് വരും. എന്തെങ്കിലും കൊടുക്കാനുണ്ടോ കയ്യിൽ? ഇല്ല. വീട്ടിലാണെങ്കിൽ 5 പൈസ ഇല്ല, ഒന്നും കൊടുക്കാനും ഇല്ല. എന്ത് ചെയ്യുമെന്നുള്ള ചിന്തയിൽ റോസ് വീട്ടിലേക്ക് നടക്കുമ്പോൾ മുറ്റത്ത് തന്നെ ഒരു കത്ത് കിടക്കും. തലേ ദിവസം കണ്ട അതേ മാതൃകയിലുള്ള ഒരു കത്ത്. ആ കത്തിൻ്റെ ഉള്ളടക്കം ഇപ്രകാരമായിരുന്നു: റോസ്, നീ എന്നെ സ്വീകരിച്ചത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നീ തന്ന ഭക്ഷണ പദാർത്ഥങ്ങളും നീ തന്ന കോട്ടും ഒക്കെ എനിക്ക് ഇഷ്ടമായി എന്ന് നിന്റെ പ്രിയപ്പെട്ട ഈശോ. ഇതൊരു കഥയാ. ഈശോ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. എങ്ങനെ കടന്നു വന്നത്? ഒരു യാചകന്റെ രൂപത്തിൽ, ഒരു പാവപ്പെട്ട യാചകന്റെ രൂപത്തിൽ കടന്നു വന്നു. പക്ഷെ റോസിനോട് എന്താ പറഞ്ഞിരുന്നത്? എന്തെന്നാ പറഞ്ഞിരുന്നേ? ഞാൻ തന്നെ നേരിട്ട് നിന്റെ വീട്ടിലേക്ക് വരുന്നു എന്നാ പറഞ്ഞത്, അല്ലേ? ഈശോ നേരിട്ടാണോ വന്നത്? ഇല്ല, മറ്റുള്ളവരുടെ രൂപത്തിൽ, അത് ഒരു പാവപ്പെട്ട യാചകന്റെ രൂപത്തിലാണ് ഈശോ റോസിന്റെ അടുത്തേക്ക് വന്നത്. റോസ് അത് തിരിച്ചറിഞ്ഞോ? തിരിച്ചറിഞ്ഞില്ല. എങ്കിലും റോസ് എന്ത് ചെയ്തു?
തൻ്റെ സാധനങ്ങളെല്ലാം കൊടുത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വീകരിച്ച് അദ്ദേഹത്തിന് വേണ്ടതെല്ലാം കൊടുത്തു ഇല്ലേ? ഇതുപോലെ ഇനി നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ? നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. സ്കൂളിൽ പോകാൻ ബുക്കുണ്ട്, പിന്നെ എന്തൊക്കെയാണുള്ളത്? പെൻസില്, നല്ല ബാഗുണ്ട്, നല്ല ഡ്രസ്സുണ്ട്, ഇതൊക്കെയുണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ലാത്ത കൂട്ടുകാർക്ക് നിങ്ങൾ പങ്കുവെക്കാറുണ്ടോ? ഇതൊക്കെ എന്നതൊക്കെയാ കൊടുക്കാറുള്ളത്? പെൻസിൽ മാത്രമേ കൊടുക്കലുള്ളൂ? കട്ടറ? അങ്ങനെ നിങ്ങൾ വിദ്യാർത്ഥികളായ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും കൊടുക്കാറുണ്ട്? സാധനങ്ങൾ മാത്രമേ കൊടുക്കലുള്ളൂ? പിന്നെയോ? ഭക്ഷണം കൊടുക്കും. അതാർക്കാ? കൂട്ടുകാർ ഭക്ഷണം കൊണ്ടുവന്നില്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങളുടെ ഭക്ഷണം ഷെയർ ചെയ്യും. പിന്നെ എന്താ കൊടുക്കാറുള്ളത്? ഡ്രസ്സ്. അതാർക്കാ കൊടുക്കുന്നത്? ഡ്രസ്സ്. പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ ഡ്രസ്സ് കൊടുക്കാറുണ്ട്. വേറെന്തെങ്കിലും കൊടുക്കുവോ? പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കാറുണ്ടോ? നിങ്ങളുടെ കൂട്ടുകാരും പഠിക്കാൻ പിന്നോക്കമുള്ള കുട്ടികളെയൊക്കെ നിങ്ങൾ സഹായിക്കാറുണ്ട്. ഇങ്ങനെ നമ്മുടെ ചുറ്റുമുള്ളവരെയൊക്കെ നമ്മൾ സഹായിക്കാറുണ്ട്. അത് നമ്മൾക്ക് പരിചയമുള്ളവരെയും പാവപ്പെട്ട ആൾക്കാരാണെന്നല്ലെങ്കിൽ ആവശ്യം ആർക്കുണ്ടോ അവരെയൊക്കെ നിങ്ങൾ സഹായിക്കാറുണ്ട്. എന്നാൽ രാവിലെ നിങ്ങളോട് വഴക്കുണ്ടാക്കിയ ഒരു കൂട്ടുകാരനെ നിങ്ങൾ സഹായിക്കുമോ? ഇല്ല. എന്നാൽ ഈശോ നമ്മളോട് പറയുന്നുണ്ട് എന്താ? ശത്രുക്കളെ കൂടി സ്നേഹിക്കണമെന്നാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. ഇങ്ങനെ നമ്മുടെ ജീവിതം, നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ എതിരാളികളെയും മറ്റുള്ളവരെയൊക്കെ സഹായിക്കാൻ ബൈബിളിലൂടെ ഈശോ ഒരു ഉപമയിലൂടെ അരുളി ചെയ്തിട്ടുണ്ട്. ഏത് ഉപമയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഏത് ഉപമയാ? നല്ല സമരിയാക്കാരൻ്റെ ഉപമ വായിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടാ ബൈബിളൊന്നും വായിക്കാത്ത പോലെയാണല്ലോ. നല്ല സമരിയാക്കാരൻ്റെ ഉപമ അറിയാവോ? എങ്ങനെയാ അത്? ഒരു യഹൂദനായ മനുഷ്യൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട് തളർന്ന അവശനായ ഒരു സ്ഥലത്ത് അർദ്ധപ്രാണനായി കിടക്കുകയായിരുന്നു. അപ്പോൾ ഒരു സമരിയക്കാരൻ വന്ന് അദ്ദേഹത്തെ സഹായിച്ചു. എങ്ങനെയാ സഹായിച്ചത്? അദ്ദേഹത്തിന്റെ പണവും സമയവും ആരോഗ്യമൊക്കെ ആ യൂദന് വേണ്ടി ചെലവഴിച്ചു. സമരിയക്കാരൻ ആ വഴി വന്നു, അദ്ദേഹത്തിന്റെ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങി ആ മനുഷ്യനെ, മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ നോക്കി, എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞും ഒക്കെ ഒഴിച്ച് അദ്ദേഹത്തിന് മുറിവുകളൊക്കെ വെച്ച് കെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ട് ചെന്നാക്കി. അദ്ദേഹത്തെ പരിചരിച്ച് ഒരു കഴുതയുടെ പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ട് ചെന്നാക്കിയിട്ട് സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ കാര്യം നോക്കിയേക്കണം, ഇദ്ദേഹത്തെ നന്നായിട്ട് ശുശ്രൂഷിക്കണം, എന്തെങ്കിലും കൂടുതലായിട്ട് ചിലവായിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നോളാം എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയി. ഇങ്ങനെയാണ് നല്ല സമരിയാക്കാരൻ്റെ ഉപമ. ഈ നല്ല സമരിയാക്കാരൻ്റെ ഉപമയിലൂടെ, ഈ നല്ല സമരിയാക്കാരൻ്റെ മാതൃകയിലൂടെ ഈശോ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കഴിവുകൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ പണം, നമ്മുടെ ആരോഗ്യം, ഇതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർ എന്ന് വെച്ചാൽ നമ്മുടെ സഹായം ആർക്കൊക്കെ ആവശ്യമുണ്ടോ അവർക്കെല്ലാവർക്കും വേണ്ടി ചെലവഴിക്കാനാണ് ഈശോ ഉപമയിലൂടെ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് മനസ്സിലൊക്കെ താല്പര്യം ഉണ്ടാകും. പക്ഷേ നമുക്കത് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നൊരു ചിന്ത വരലില്ലേ? ചിലപ്പോൾ പാവപ്പെട്ട വഴി കൂടെ നടന്നു പോകുന്ന ഒരു പാവപ്പെട്ട ആളിനെ സഹായിക്കാൻ തോന്നുമായിരിക്കും. അപ്പോൾ ഞാൻ ഈ പാവപ്പെട്ട ആളെ സഹായിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും? അങ്ങനെ ഒരു ചിന്ത പലപ്പോഴും നമ്മളെ ഇങ്ങനെ നന്മ പ്രവർത്തികൾ ചെയ്യാൻ, നമ്മുടെ കഴിവുകളും സാഹചര്യങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനുള്ള നമ്മുടെ മനോഭാവത്തിനെ പിന്തിരിപ്പിക്കാറുണ്ട്. നമ്മുടെ കഴിവുകൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ നമ്മളിങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകും. നീ ഇപ്പോൾ അവനെ സഹായിക്കണ്ട, നീ ഇങ്ങനെ അങ്ങ് സഹായിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ എന്നാ വിചാരിക്കും, എൻ്റെ കൂട്ടുകാരെന്ത് വിചാരിക്കും, ഇങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അത് വേണ്ടാന്ന് വയ്ക്കും. പിന്നെ എപ്പോഴെങ്കിലും ആരും ഇല്ലാത്ത സമയത്തോ വേറെ ഇതിനേക്കാൾ നല്ല സന്ദർഭങ്ങൾ വരുമ്പോഴോ അവരെ സഹായിക്കാമെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ ഇപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരുക. ചെറിയൊരു വീഡിയോ ക്ലിപ്പാണ്. ആ വീഡിയോ ക്ലിപ്പിൽ ഒന്ന് ശ്രദ്ധിച്ചോ.
വീഡിയോ കണ്ടില്ലേ? എന്താ മനസ്സിലായത്? അല്ലെങ്കിൽ നിങ്ങളെ ടച്ച് ചെയ്ത ഏത് കാര്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. മറ്റുള്ളവരെ സഹായിക്കണം. ഈ വീഡിയോയിൽ പ്രായമായ ആളെ കുട്ടി സഹായിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടതാണ്. മറ്റാരും ചെയ്യാതിരുന്നപ്പം മറ്റുള്ളവർ ആട്ടി ഓടിച്ച ഒരു മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി ഒരു ചെറിയ പെൺകുട്ടിയാണ് തയ്യാറായത്. ആ പെൺകുട്ടി സഹായിച്ചപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ആ പ്രായമായ മനുഷ്യനെ ഓടിച്ചു വിട്ട ഒരു ചേട്ടനുണ്ട് വീഡിയോയിൽ, കണ്ടില്ലായിരുന്നോ? ആ മനുഷ്യന് വന്ന മാനസാന്തരത്തെ പറ്റിയാണ് ഇത് കാണിച്ചപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. ആ വ്യക്തി 2 തവണ ആ പ്രായമായ മനുഷ്യനെ പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടിച്ചു വിടുന്നത് നമ്മൾ കണ്ടതാ ഇല്ലേ? പക്ഷേ ഒരു പെൺകുട്ടി ധൈര്യപൂർവ്വം ആ പ്രായമായ പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ ഒരു പക്ഷേ അവളുടെ അപ്പനായിരിക്കാം, അല്ലെങ്കിൽ അവളുടെ പരിചയക്കാരോ ബന്ധുക്കളോ ആരെങ്കിലും ആയിരിക്കും ആ ചേട്ടൻ അല്ലേ? ആ ചേട്ടൻ ആ കുട്ടി സഹായിക്കുന്നത് കണ്ട് ആ ചേട്ടൻ ഒരു മാനസാന്തരം വന്നു. ആദ്യം അദ്ദേഹത്തിന്റെ മനോഭാവം എന്തായിരുന്നു? ആ വ്യക്തിയെ ആട്ടിപ്പായിച്ച് ആ ഒരു സദ്യ നടക്കുന്ന സ്ഥലത്തു നിന്ന് ഒഴിവാക്കുക എന്നതായിരുന്നു ഉദ്ദേശം. പക്ഷെ ഒരു കൊച്ചുകുട്ടി ഒരു നന്മ പ്രവൃത്തി ചെയ്തപ്പം അവളുടെ ഭക്ഷണം അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഭക്ഷണ സാധനങ്ങൾ ആ ഭക്ഷണമില്ലാതിരുന്ന മനുഷ്യനുമായിട്ട് പങ്കുവെച്ചപ്പോൾ ആ കൊച്ചു പ്രവൃത്തിയിലൂടെ ഒരു വലിയ വ്യക്തിക്ക്, പ്രായപൂർത്തിയായ ഒരു വലിയ ആൾക്ക് മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടായി ഇല്ലേ? ഈ ഒരു മാനസാന്തരത്തിന്റെ അനുഭവം മക്കളെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവേണ്ടത്. നമ്മുടെ ജീവിതത്തിലോ കുട്ടികളായ നിങ്ങൾ ചെറിയൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയും നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് വിനിയോഗിക്കാൻ വേണ്ടിയൊക്കെ തയ്യാറാകുമ്പോൾ നമ്മുടെ പിന്നിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒരുപാട് ആളുകളുണ്ടാവും. അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും നിങ്ങൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും പിന്തുണയും നൽകും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നന്മ ചെയ്ത് വളർന്നാൽ മതി. നിങ്ങളുടെ ഒരു കൊച്ചു പ്രവൃത്തിയായിരിക്കും മറ്റുള്ളവരുടെ മാനസാന്തരത്തിനും അതുപോലെ തന്നെ ഈ ലോകത്തിന് മുഴുവൻ ഒരു മാറ്റം വരാനും സഹായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല പ്രവർത്തികളിലൂടെ മറ്റുള്ളവർക്കും ലോകം മുഴുവനും നന്മ ചെയ്യുവാനുള്ള വലിയ കൃപ തരണേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാം. നല്ല മക്കളായിട്ട് നന്മയിൽ വളരാൻ നമ്മുടെ കഴിവുകൾ, നമ്മളുടെ പണം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ മറ്റെല്ലാ സാഹചര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് ആർക്കൊക്കെ ആവശ്യമുണ്ടോ അവർക്കൊക്കെ പങ്കുവെക്കുവാനുള്ള വലിയ കൃപ നമ്മൾക്ക് ലഭിക്കണമേ എന്ന ആഗ്രഹത്തോടു കൂടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ എത്രമാത്രം നമ്മെ സ്നേഹിച്ചു എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ കുരിശിലേക്ക് നോക്കിയാൽ മതി. അത്രമാത്രം സ്നേഹിച്ചു. തൻ്റെ ജീവൻ നമുക്കായി തന്ന നമ്മെ രക്ഷിച്ചുവെങ്കിൽ തന്നെ നമുക്കായി പങ്കുവച്ച നല്ല ഈശോയെ നമുക്ക് പാടി വാഴ്ത്തിയാലോ? ഒരു പാട്ട് പഠിക്കാം. ലാ 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 പഠിക്കേ. ലാ 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 ലാ. You know you're called to reach out
നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് എന്ത്? അനുസരണം. ചെയ്യരുത്, ഇന്നത് ചെയ്യണം. ഇപ്പോൾ അനുസരിക്കേണ്ട പ്രായമാണ്. ആരെയൊക്കെയാണ് നമ്മൾ അനുസരിക്കണ്ടേ?